പഴയ രീതിയിൽ നിന്നും മാറി പുതിയ രീതിയിലുള്ള പഠനത്തിലേക്ക് വരാം. ഈ അവധിക്കാലത്ത് പ്രോക്സിമയിൽ വെക്കേഷൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 10 പേരെയും മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിലേക്ക് 25 പേരെയും മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. UDF കാളികാവ് പഞ്ചായത്ത് കൺവെൻഷൻ BB ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്താകമാനം UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും വണ്ടൂരിൽ മികച്ച മുന്നേറ്റം നടത്താനാകുമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് വരുമെന്നാണ് പറഞ്ഞത്. അതൊരു വെറും വാക്കല്ല. എനിക്ക് തൃക്കരിപ്പൂരിലെ കാര്യങ്ങൾ DC പ്രസിഡന്റ് ഫൈസലാണ്. ഞാൻ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ്. ഞാൻ ഫൈസലിനെ വിളിച്ചൊന്ന് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. അത്ഭുതകരമായ മാറ്റമാണ്. പല ബൂത്തുകളിലും നമുക്ക് യഥാർത്ഥത്തിൽ ആളെ കിട്ടാറില്ല ബൂത്തിലിരിക്കാൻ. പക്ഷേ ആ ചിത്രമൊക്കെ മാറി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്ന. കാസർഗോഡ് എക്കാലത്തും 2 സീറ്റാണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഇത്തവണ അത് 4 വരെ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്ന ആ രീതിയിലുള്ള മാറ്റം എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ, അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ വിളിച്ചിരുന്നു തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കോഴിക്കോടിന്റെ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എറണാകുളവും മലപ്പുറമാണല്ലോ എക്കാലത്തും UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതിനോടൊപ്പമില്ലെങ്കിലും അതിനടുത്തെങ്കിലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് UDFന്റെ MLAമാരുണ്ടാകുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പറയുന്ന സാഹചര്യം. അങ്ങനെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം. അത് നമ്മളിപ്പോൾ നേതാക്കന്മാരൊക്കെ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളായിട്ടൊക്കെ CPM നേതാക്കൾ വന്നെങ്കിൽ അതിൻ്റെയൊക്കെ 1000 മടങ്ങ് ആളുകൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് CPM അണികൾ ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകും. ആ മുന്നേറ്റത്തിന്റെ മുന്നിൽ UDFന്റെ എക്കാലത്തും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന വണ്ടൂരും അതിനോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് കൺവെൻഷൻ ശ്രദ്ധേയമായി. സംസ്ഥാനത്ത് UDF മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. സ്ക്വാഡ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രചരണ പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതിനും ബൂത്ത് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്ത് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റികളും രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫരീദ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു. P ഖാലിദ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാബു മോഹനക്കുറുപ്പ്, ആലിപ്പറ്റ ജമീല, MK മുസ്തഫ അബ്ദുൽ ലത്തീഫ്, KT അഷ്റഫ്, ജോജി K അലക്സ്, I മുജീബ് റഹ്മാൻ, KP ഹൈദരാലി, രമാരാജൻ, AK മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.